ചേച്ചിക്ക് പറയാനുള്ള എന്താണ് ചേട്ടനെ കുറിച്ച്? ചേട്ടൻ്റെ ഏത് സ്വഭാവമാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? 100% സ്വഭാവം എനിക്ക് 100% ഇഷ്ടമാണ്. അത്രയ്ക്കും നല്ലൊരു ഭാഗ്യവതിയാണ് ഞാൻ. കല്യാണം കഴിച്ചതിലിരുന്നാണ് ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് ലോകത്തിൽ ആര് തന്നെ കല്യാണം കഴിച്ചാലും നിറയെ പേര് വിവാഹബന്ധം വേർപെടുത്തുന്നില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യമേ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നി. ഇതുവരെ എനിക്ക് അങ്ങനെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അത്രയ്ക്കും വലിയൊരു സൗഭാഗ്യവതിയാണ് ഞാൻ. അപ്പൊ ഇത് തന്നെയാണ്, ഇത് കാശ് കൊടുത്ത് കാശും തന്നിട്ടില്ലല്ലോ ഇങ്ങനെ പറയണത്, പോക്കറ്റ് മണി ഒന്നുമില്ല. ഇത് സത്യസന്ധമായിട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചാണ്. അപ്പോൾ അല്ല, ഞാൻ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ചോദ്യമല്ല, ഞാൻ പെട്ടെന്നാണ് ചോദിച്ചെടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. അപ്പോൾ വളരെ സത്യസന്ധതയോടുകൂടിയാണ് ചേച്ചി അതിന് മറുപടി തന്നത്. ഇത് തന്നെയാണ് ഒരു കുടുംബത്തിൽ വേണ്ടത്. എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും എത്ര വലിയ പുറത്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ നിന്നൊന്ന് ഇങ്ങനൊരു അഭിപ്രായം കിട്ടുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ചേട്ടൻ ഈ പുറത്തുള്ള തിരക്കിനിടയ്ക്കും കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാവും, വീട്ടിലുണ്ടാവും. ഞാൻ മാസം മാസം നാട്ടിൽ പോകും. നാട്ടിൽ പോകും? മാസം മാസം നാട്ടിൽ പോകും. നമുക്ക് അവിടെ സ്ഥലങ്ങളുണ്ട്, നോക്കാനുണ്ട്, സാധനങ്ങൾ നോക്കാനുണ്ട്. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്. കാരണം ഇവിടെ കുട്ടികൾക്ക് കോളേജിൽ പോകണ്ടാവും. ഇവിടെ 99% വരില്ല. കാരണം വെച്ചാൽ മക്കൾ ഇവിടെ കൊണ്ടുപോകും. മക്കൾ മോളുണ്ടല്ലോ, മോളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പോയാൽ 3 ദിവസം 4 ദിവസം കൊണ്ട് വരും. മാസം പോകും. തേങ്ങ പറിക്കാൻ പോകണ്ട്, എനിക്ക് വളം ചെയ്യാൻ പോകാനുണ്ട്, സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാം കൈവരുന്ന നമ്മളെ അനുജന്റെ ഭാര്യയൊക്കെ ഉണ്ടവരാ. ഒരു കാര്യം ചോദിച്ചു, ചേട്ടൻ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചാണോ? ഇല്ലല്ല, ഞാൻ കല്യാണം കഴിക്കും 30 വയസ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത്രയും വലിയ കുട്ടികളൊന്നും തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവര് ഇനിയിപ്പോ ഇവരുടെ ചെലവിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഈ മക്കളുടെ ചെലവിൽ? മക്കൾക്ക് വേണ്ടിട്ടാണല്ലോ നമ്മള് ജീവിക്കുന്നത്. അല്ല, അവർക്കൊരു ജോലിയായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ല. മക്കൾ നന്നായി വരണം, 2 കുട്ടികൾ നന്നായി കാണണം. ഓല് രണ്ടാളും നല്ല കണ്ടീഷനായി വന്ന് പിന്നെ നമുക്കൊക്കെ മനുഷ്യന് ഏത് സമയത്തും ഒരേ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലല്ലോ. അല്ല, ഈ വീട്ടിലൊരു ഭാഗ്യം കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലർക്ക് 2 ആൺകുട്ടികളായിരിക്കും, ചിലർക്ക് 2 പെൺകുട്ടികളായിരിക്കും. ഇപ്പൊ ഓരോന്ന് ദൈവം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പൊ അതൊരു ഭാഗ്യമാണ്. നമ്മുടെയൊക്കെ ജീവിത രീതികളിലൂടെ സത്യത്തിന്റെ ഒരു മാർഗമായതുകൊണ്ടിരിക്കും ദൈവം എല്ലാം കൊണ്ട് അനുഗ്രഹിച്ചു. അപ്പൊ നാളെ സാറിന്റെ ലക്ഷ്യം എന്താണ്? ഇനി എന്താണ് സാറിന്റെ ലക്ഷ്യം? അതായത് ഏത് മനുഷ്യന്റെയും ലക്ഷ്യം ഉയർച്ചയിലേക്ക് വരിക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടി ഇന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാലം വരെ നമ്മൾ പ്രയത്നിക്കുക. നമ്മൾ വേറൊരുത്തായിട്ട് ഒരു ആശയമില്ലാതെ ആ കണ്ടീഷനിൽ ജീവിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാമ്പത്തിക മാന്ദ്യമൊക്കെ പല മേഖലയും ബാധിച്ചിട്ടുണ്ട് പല രീതിയിലും. അതെങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടിങ്? സാമ്പത്തിക മാന്ദ്യം ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. കാരണം നമുക്ക് ബിസിനസ് കുറവാണ്. അല്ലാതെ കയറ്റി അയക്കപ്പെടുന്ന സാധനങ്ങൾ, കയറ്റി പിടിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ തുണികൾ നിറയെ ഹാൻഡ്ലൂം വരുന്നുണ്ട്. മദ്രാസിൽ വന്നിട്ടാണ്, പോർട്ടലിൽ വന്നിട്ടാണ്. എവിടെയാണ് വരുന്നത്? കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഹാൻഡ്ലൂം വന്നു കഴിഞ്ഞാൽ ആ ഹാൻഡ്ലൂം ഇവിടുന്ന് പല സ്ഥലത്തേക്ക് USA, ജപ്പാൻ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഈ എക്സ്പോർട്ടിംഗ് ഒക്കെ വരുന്നത് സാധനം ഞങ്ങളെ വണ്ടിയിലാണ് വരുന്നത്, കണ്ണൂരിൽ നിന്ന്. അപ്പൊ കണ്ണൂരിന് ആ വണ്ടി ഈ സാധനം ഇവിടുന്ന് കയറ്റുമതി ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ബിസിനസ് ബാധിക്കും. കയറ്റുമതി ഇല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ തന്നെ. ഇവിടുന്ന് ഹാർബറിൽ ഇപ്പം എന്തെങ്കിലും സാധനം വന്ന് ആ സാധനം ട്രാൻസ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാം. എന്തായാലും നല്ല സാധനങ്ങളൊക്കെ സാറിന്റെ കയ്യിലായിരിക്കും വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇല്ലല്ല, അങ്ങനെയല്ല. അതായത് നല്ല സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിങ് വരുന്നത് വലിയ വലിയ ട്രാൻസ്പോർട്ടുകളുണ്ടല്ലോ. കേരള ട്രാൻസ്പോർട്ട് കമ്പനി, പട്ടേൽ ഓഡോവിസ്, ഇതേമാതിരി വലിയ വലിയ കമ്പനികളുണ്ട്. ആ കമ്പനികളാണ് ഇതിന്റെ ഒക്കെ ഏജന്റ് എടുക്കുക. ഇവർ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടിങ് തരുന്നത് ഞങ്ങൾക്കാണ്. അതായത് ഈ ലൈനിൽ ഓരോ ലൈനിലും ഓരോ കമ്മീഷൻ ഏജന്റുകൾ ഉണ്ടാവും. ഇപ്പം കോഴിക്കോട് ലൈൻ നിൽക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മദ്രാസിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെ പേരുകളും പറയും. കോഴിക്കോട് ലൈൻ, ഈ കണ്ണൂർ ലൈനിലേക്ക് കോഴിക്കോട് എനിക്ക് ഡെയിലി ഒരു 10 വണ്ടി പോകുന്നുണ്ട്. കോഴിക്കോട്. അപ്പോൾ തീർച്ചയായിട്ടും നാളുകളിൽ അത് ഇരട്ടിയായി വരും എന്നുള്ളതിൽ ഉറപ്പുണ്ട്. അതെ, കാരണം ഇത്രയും കാലം എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട് 28 വർഷമായി. സാറിലുള്ള ഒരു വിശ്വാസം എന്താണ്? കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിക്കുക, അതാണോ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കും. ഒരു സാധനം ഞങ്ങൾ തരുന്ന സാധനങ്ങൾ കളവ് പോവുക, ഈ മാതിരികളൊന്നും ഉണ്ടാവില്ല. പിന്നെ അഥവാ സപ്പോസ് അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. അതിൻ്റെ ചേച്ചിയോടാണ് ചോദ്യം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട്, അതായത് വളരെ കുറവാണ് വീട്ടിലേക്ക് വരുന്നത്, കൂടുതൽ സമയം അധ്വാനം, അങ്ങനെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ആണല്ലേ? അങ്ങനെ വേണം എന്നാണ് പറയുന്നത്. എല്ലാ ആണുങ്ങളും അങ്ങനെ അധ്വാനിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഒരു വഴിയിൽ അവർ നീങ്ങാറില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു ആശയവും ഇല്ല ഇല്ല. ഈ ചേച്ചിയുടെ ആഗ്രഹം എന്താണ് ഇനി? എനിക്ക് മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തി നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് അതിനുശേഷം നല്ലൊരു വിവാഹം. അതാണ്. ഒരുമിച്ച് യാത്രകളൊക്കെ പോയിട്ടുണ്ടോ നിങ്ങൾ? ഒരുമിച്ച് എവിടെയൊക്കെ? വയനാട്ടിൽ പോയിട്ടുണ്ട്. ടൂർ പോലെ പോയതാണ്.
വയനാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഫാമിലി ഒരുമിച്ച് നമുക്ക് ഞങ്ങൾ ഫാമിലിയൊക്കെ അധികം പ്രാവശ്യം ആണല്ലേ പോയിട്ടുണ്ട്. വെക്കേഷനിൽ ഒരു പിന്നെ ഞങ്ങൾക്ക് മാർച്ച് ഏപ്രിലൊക്കെ വെക്കേഷൻ ആയിരിക്കുമല്ലോ. ആ സമയത്ത് പോയിട്ട് ഇവർ 2 മാസം നാട്ടിലുണ്ടാകാം. ഫാമിലി വീട്ടിൽ വീട് ഒക്കെ കെട്ടിയൊക്കെ വിട്ട് നല്ല കണ്ടീഷനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളും ഭാര്യയും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ പോലെ 2 മാസം അവിടെ ഉണ്ടാവും. ഞാൻ 5 ദിവസത്തിൽ നിൽക്കും. ഞാനങ്ങ് പോരും. സഹോദരന്മാരുണ്ട്. സഹോദരന്മാർ 2 ആൾക്കാരുണ്ട്. സഹോദരിമാർ 2 ആൾക്കാരുണ്ട്. അവരൊക്കെ നാട്ടിൽ തന്നെ. ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. അവനോടെ ജോലി പിന്നെ കട സ്വന്തമായി കട വെച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ അവന് ബിസിനസ്സാണ്. സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ 6 പേര് ജോലി ചെയ്യുന്നുണ്ട്. 6 പേരുണ്ട്. അവർ മലയാളികളാണ്. മലയാളികൾ തമിഴ് ആൾക്കാരുണ്ട്. അതെ മലയാളക്കാരുണ്ട്. അതിനകത്ത് 1-2 തമിഴ് ആൾക്കാരുണ്ട്. പിന്നെ ഡ്രൈവർമാരുണ്ട്. 10-25 ഡ്രൈവർമാരുണ്ട് കീഴിൽ. അപ്പൊ പൊതുവേ ഞാനിവിടെ പലരും ഇന്റർവ്യൂ ചെയ്തപ്പോൾ പല ഇതുപോലുള്ള ചോദ്യം ചോദിച്ചു. അതായത് മലയാളികൾ ഒരാളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും, ഒരു 3-4 മലയാളികൾ കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് ശരിയാണ്? ആ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്? അത് അത്ര നിങ്ങൾ പറയാൻ പറ്റില്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ജീവിക്കാൻ ഓരോരോ ആൾക്കാർ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എല്ലായിടത്തും, അത് നമ്മൾ തമിഴ്നാട്ടിലായാലും ശരി, നമ്മളിപ്പോൾ കേരളത്തിലായാലും ശരി, പൊതുവെ അങ്ങനെയുള്ള ഒരു ഇത് വരുമല്ലോ, ഒരു കോമ്പറ്റീഷൻ വരുമല്ലോ. അതൊന്നല്ലാണ്ട് വേറെ എനിക്കതില്ല ഞാനില്ല. എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നപ്പോൾ 7-8 വർഷം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ കയ്യിൽ. മലയാളി ഒന്നും പ്രശ്നമില്ല. അവരായിട്ട് വളരെ ക്ലോസ് ആണ്. നമ്മളില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ അങ്ങോട്ടാണ്. എറണാകുളത്ത് വരുന്ന ഒരാൾ വില എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും. അതായത് മാത്രമല്ല ഞങ്ങളുടെ ഫീൽഡൊക്കെ നിർണ്ണയിക്കേണ്ട എത്രയോ പൈസ തട്ടിപ്പെടുത്താം, ഒരുപാട് പൈസ തട്ടിപ്പ് നടത്താം പൈസന്റെ കാര്യത്തിലൊക്കെ. ആ കാര്യത്തിലൊന്നും അവൻ വളരെ ഡീസൻ്റ് ആണ്. സത്യസന്ധമായി നമുക്കറിയത്. നമ്മളവിടെ നാട്ടിൽ നിന്നിട്ട് കൈകാര്യം ചെയ്യും എല്ലാ കാര്യങ്ങളും. ഫോൺ വഴി തന്നെ എല്ലാം ഫോൺ തന്നെ. നമ്മുടെ അടുത്ത് മൊബൈൽ ഫോണും വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ സമ്മതിക്കാൻ പറ്റാതാണെങ്കിൽ അവൻ എനിക്ക് വിളിക്കും. ഞാൻ ഇവിടെ തന്നെ ബന്ധപ്പെടും പാർട്ടിയായിട്ട്. ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. നമുക്കൊന്നും ഒരു പ്രശ്നം വന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ എങ്ങനെയും വഞ്ചിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. വഞ്ചിച്ച് കൊണ്ടുപോകുന്ന പൈസയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര തിരുവല്ല. പക്ഷേ നമ്മളെ മാനേജറൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളതാണ്. അത് ഒരു പൈസ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു പൈസ അവന് എനിക്ക് അനാവശ്യമായ അങ്ങനെയുള്ള മനോഹരമാണ്.